അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും റീച്ച് കൂട്ടുന്നതിനു വേണ്ടി കുട്ടികളുടെ ഭാവി തകർക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ സാമൂഹിക പാരിസ്ഥിതിക സംഘടനയായ ജനനി രംഗത്ത്. ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും റീച്ച് കൂട്ടാൻ കുട്ടികളുടെ ഭാവി തകർക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സാമൂഹിക പാരിസ്ഥിതിക സംഘടനയായ ജനനി രംഗത്ത്. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഏതാനും ചാനലുകളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പ്രചരിപ്പിച്ചതിനെതിരെയാണ് ജനനി രംഗത്തെത്തിയത്. കുട്ടിയെ ആക്രമിച്ച പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണം. കുട്ടികൾക്കെതിരെയുള്ള അക്രമം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. എന്നാൽ വിദ്യാർത്ഥി ക്രൂരമർദ്ദനം നേരിടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കുട്ടികളുടെ ഭാവിയിലുള്ള വ്യക്തി ജീവിതത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെടുന്നത് എന്നും ജനനി പ്രസിഡന്റ് അനിരുദ്ധൻ പറഞ്ഞു. ദൃശ്യങ്ങൾ ചാനലുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയും പ്രചരിപ്പിച്ചവർ അത് നീക്കം ചെയ്യാൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ചില സാമൂഹ്യ വിരുദ്ധർ ഉപദ്രവിക്കുന്ന ചിത്രം ചില സാമൂഹ്യ മാധ്യമങ്ങളിലും ചില ചാനലുകളും പ്രദർശിപ്പിച്ച് ആഘോഷണം നടത്തുന്നതായി കാണുന്നു. ഒരു കുട്ടി, പ്രായപൂർത്തിയാവാത്ത കുട്ടി എന്ന് പറയുമ്പോൾ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ, ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടക്കുകയും ആ കുട്ടിക്ക് വളരെയേറെ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു കുട്ടിയെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ പേരിൽ നിയമപരമായ നടപടിയെടുക്കണം. അല്ലാതെ ഇത് നിയമവിരുദ്ധമായി ബാലാവകാശ ലംഘനമായി ഉപയോഗിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പറ്റുന്നതല്ല. ആയതുകൊണ്ട് ബാലാവകാശ സംഘടനയും മറ്റധികാരികളും ഇത്തരം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയുള്ള ഈ നടപടികൾ അവസാനിപ്പിക്കുന്നതിനും ഇനി ഇത് ആവർത്തിക്കാതിരിക്കുകയും വേണ്ടുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നും ഈ പിക്ചേഴ്സ് എവിടേക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ പിൻവലിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കണമെന്നും. ന്യൂസ് ഡെസ്ക് CCV.